അതിലേത് മരുന്നാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് ഇലയാണ് നമുക്ക് കിഴിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്, അത് എത്ര അളവിലെടുക്കണം, അത് എങ്ങനെയാണ് പാകം ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിചാരകനെ സംബന്ധിച്ചിടത്തോളം വളരെ പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കണം. നമസ്കാരം, എൻ്റെ പേര് ശ്യാം. ഞാനിവിടെ സീനിയർ പഞ്ചകർമ്മ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കൊരു ചികിത്സ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചികിത്സ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആയുർവേദ ശാസ്ത്രപ്രകാരം ഒരു ചികിത്സ എങ്ങനെ കംപ്ലീറ്റ് ആകുമെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ഭിക്ഷക് ദ്രവ്യാണി ഉപസ്ഥാത രോഗിപാദ ചതുഷ്ടയമെന്ന്. അപ്പോൾ അതിൽ പരിചാരകൻ എന്ന് പറയുന്നതാണ് ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിചരിക്കുന്ന ഏതൊരു വ്യക്തിയും പരിചാരകരായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം തെറാപ്പിസ്റ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ചികിത്സ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾ, ഓരോ തെറാപ്പിസ്റ്റുകളും ഒരു ചികിത്സ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് വേണ്ട ദ്രവ്യങ്ങൾ എപ്രകാരം അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ചികിത്സയ്ക്കും ഓരോ ദ്രവ്യങ്ങൾ എടുക്കുന്നത് തന്നെ വൈദ്യനിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ വൈദ്യൻ നിർദ്ദേശിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും കൃത്യം അളവിലും തൂക്കത്തിലും അതേപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റിലും കാര്യങ്ങളിലും എടുത്താൽ മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ആ ചികിത്സയുടെ ഒരു റിസൾട്ട് എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ആ മെഡിസിൻ്റെ അളവിലും തൂക്കത്തിലും ആശ്രയിച്ചിരിക്കും. ഒരു എക്സാമ്പിളായിട്ടൊരു വസ്തി പറയുകയാണെങ്കിൽ, വസ്തിക്ക് നമുക്ക് മാക്ഷികം, ലവണം, സ്നേഹം, കൽക്കം, ക്വാദം അങ്ങനൊരു 5 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ കറക്റ്റ് തേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേനിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. അതുപോലെ കഷായം എത്ര ml പറഞ്ഞിട്ടുണ്ടോ അതും നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ മാത്രമാണ് ആ ഒരു വസ്തിയുടെ പ്രയോജനം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഇലക്കിഴി പറയുകയാണെങ്കിൽ തന്നെ, ഇലക്കിഴിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് പച്ചമരുന്നുകളെ ഇലകളെക്കുറിച്ചാണ്. ഇലകൾ ചേർന്നുണ്ടാകുന്ന കിഴിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ആവണക്ക് എന്ന് പറയുന്നൊരു ഇലയാണെങ്കിൽ അത് പല തരത്തിലുള്ളതുണ്ട്. വലിയ കടലാവണക്കമുണ്ട്, അതുപോലെ തന്നെ സാധാരണ ആവണക്കമുണ്ട്. അപ്പോൾ ആടലോടകമാണെങ്കിൽ വലിയ ആടലോടകവുമുണ്ട്, ചെറിയ ആടലോടകമുണ്ട്. അതിൽ ഏത് മരുന്നാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് ഇലയാണ് നമുക്ക് കിഴിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്, അത് എത്ര അളവിലെടുക്കണം, അത് എങ്ങനെയാണ് പാകം ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിചാരകനെ സംബന്ധിച്ചിടത്തോളം വളരെ പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ചികിത്സ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ വൈദ്യൻ നല്ല രീതിയിൽ മരുന്നും കാര്യങ്ങളും എഴുതുന്നു, ദ്രവ്യം നമുക്ക് ആവശ്യത്തിനധികം കിട്ടുന്നുണ്ട്, രോഗിയും ഓക്കെയാണ്. രോഗിയും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നതാണ്. നമ്മൾ പരിചാരകരുടെ മിസ്റ്റേക്ക് കൊണ്ട്, അല്ലെങ്കിൽ പരിചാരകരുടെ ഈ ദ്രവ്യം ചേർക്കലിൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ആ ചികിത്സ പൂർണ്ണമായിട്ടും ഫലിക്കാതെ വരാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു തെറാപ്പിസ്റ്റ് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെഡിസിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരു കിഴി പറഞ്ഞാൽ കിഴി ഏത് വിധത്തിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതല്ല ഒരു വസ്തി പറഞ്ഞാൽ ആ വസ്തിയുടെ മെഡിസിൻ എങ്ങനെ കൂട്ടണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുകയും അതിനുശേഷം ഓരോ സ്റ്റുഡൻസും, ഓരോ വിദ്യാർത്ഥിയും സെൽഫായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഒരു തവണ കണ്ടതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഒരു കിഴിയോ അല്ലെങ്കിൽ ഒരു ധാരയോ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് എല്ലാ സ്റ്റുഡൻസിനും ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വിധത്തിലാണ്. ഓരോരുത്തരും സെൽഫായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്ത് അത് കറക്റ്റ് വിധത്തിൽ യോജിപ്പിച്ച് വേണ്ട വിധത്തിൽ നമ്മളത് മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും മറ്റൊരു സ്ഥാപനത്തിൽ ചെന്നിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിരുന്നു. വേറൊരു സ്ഥാപനത്തിൽ മാത്രമല്ല, സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ കറക്റ്റ് അളവിലും തൂക്കത്തിലും ഓരോ മരുന്നുകളും ഓരോ ദ്രവ്യങ്ങളും എടുത്തില്ല എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടും വളരെ മോശമായിരിക്കും. അപ്പോൾ ചികിത്സയിലെ എല്ലാ ഫാക്ടേഴ്സും, ഒരു 4 ഘടകങ്ങളും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു ചികിത്സ കംപ്ലീറ്റ് ആവുള്ളൂ. അതിലൊരു പരിചാരകന് വളരെയധികം ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിനെയും, ഓരോ വിദ്യാർത്ഥികളെയും നമ്മൾ കഴിവുറ്റ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പരിചാരകരാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ.